നമസ്കാരം. ടൈം പാസ് വിത്ത് രമ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ എപ്പിസോഡിൽ എല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ മറ്റൊരു ഇന്റർവ്യൂവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകളിലൂടെ എല്ലാവർക്കും സുപരിചിതനായ ശ്രീജിത്ത് പണിക്കറാണ് ഇന്ന് നമുക്ക് ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. നമസ്കാരം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഈ ടൈം പാസ് വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. താങ്ക് യു രമ്യ. അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു ഇനി ആരാണ് ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീജിത്ത് പണിക്കർ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീജിത്ത് പണിക്കറാണോ, അടിപൊളിയായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്കൊക്കെ ഇത്ര ഇഷ്ടം, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിക്കാനൊന്നും പ്രത്യേകിച്ചില്ല, എന്നാലും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്, FB പേജൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. അതുപോലെ ഭയങ്കര അറിവാണ് കേട്ടോ പുള്ളിക്കെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ സാധാരണക്കാരുടെ പോരാളിയായി മാറിയത്? സാധാരണക്കാരന്റെ ഒരു പോരാളി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കുറച്ചധികം ആൾക്കാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ, കാരണം എനിക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയിൽ അംഗത്വമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ പൊതുജനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പൂർണ്ണമായിട്ടും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലേ കരുതുന്നുള്ളൂ. അതൊരു പോരാളിയായി ഒക്കെ ചിലപ്പോൾ അവസരത്തിന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ അങ്ങനെ മാറിപ്പോകുന്നതാണ്, അല്ലാതെ അതൊരു ഇന്റൻഷൻ അല്ല. ഒരു അഭിപ്രായം ഉണ്ടാക്കുക, കുറച്ചധികം ആൾക്കാരെങ്കിലും അഭിപ്രായത്തിന് അതിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നൊരു ലക്ഷ്യവും താല്പര്യവും മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ റൈറ്റപ്സും. അതായത് കുറേ പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പോയി പണിക്കരുടെ പേജ് നോക്കും, അപ്പോൾ ഫാക്ട്സ് ഒക്കെ ക്ലിയർ ആയിരിക്കും, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഭാഷയിലാണ് എഴുതുക, ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ അതാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ശൈലി കൊണ്ടുവരാൻ സാധിച്ചത്? ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാം. അപ്പോൾ അതൊരു ഗോഡ് ഗിവൺ ഗിഫ്റ്റ് എന്ന രീതിയിലേ പറയാൻ കഴിയുള്ളൂ. ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ ഒരു കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് ചിത്രം വരയ്ക്കുന്നതിനായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള കഴിവുകൾ ആൾക്കാർക്ക് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഒരു ഇൻബോൺ ടാലന്റ് ആണ്. നമുക്കതിനെ കുറച്ച് ഗ്രോ ചെയ്ത് കൊണ്ടുവരാം എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ഈ ടാലന്റ് ഇല്ലാത്ത ഒരാളിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ജീവനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശില എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. നമ്മളൊരു സാമൂഹ്യ ജീവി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സ്കില്ലിനെ ആർക്കായാലും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള, ഈ പാട്ട് പാടാനുള്ള സ്കില്ല് പോലെയുള്ള ഒരു കാര്യമല്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ച് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളോ ചില ബെസ്റ്റ് പ്രാക്ടീസസോ ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നിരന്തരമായിട്ടുള്ള വായന വഴി, അല്ലെങ്കിൽ ഒരുപക്ഷെ സുഹൃത്തുക്കളുമായിട്ട് ആശയങ്ങൾ പങ്കിടുന്ന രീതി വഴി, എഴുതുന്നത് വഴി, അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്. ഏതൊരു വിഷയത്തിനെയും ലളിതമാക്കി പറയുക എന്ന് പറയുന്നത്, അതിലാണ് കമ്മ്യൂണിക്കേഷന്റെ വിജയം. നമ്മളിപ്പോൾ പലപ്പോഴും പറയില്ലേ, ഈ ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ ഭാഷയെ എത്ര ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ വിജയം. കൂടുതൽ കാവ്യാത്മകമായിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴോ കൂടുതൽ ആലങ്കാരികമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴോ ചിലപ്പോഴൊക്കെ അതിന്റെ ഒരു ക്രക്സ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടുന്ന വിഷയത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെടാം. ഒരു സാഹിത്യ പുതുകയായിട്ടുള്ള ഒരാളിനോട് നമ്മളൊരു കാര്യം പറയുന്നത് പോലെ അല്ല ഒരു സാധാരണക്കാരനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് അവന്റെ ഭാഷ സംസാരിക്കണം. അതവൻ എത്രത്തോളം ശുദ്ധമായിട്ടും ലളിതമായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതാണ് അതിന്റെ വിജയം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു ശൈലി രൂപപ്പെട്ടു വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല. അതൊരു ദൈവാധീനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതൊരു പ്രസന്റേഷൻ സ്കില്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നല്ല അറിവ് വേണം, നല്ല നിരീക്ഷണം വേണം, അതുപോലെ വായനയുടെ ശക്തി നല്ലോണം അറിയുന്നുണ്ട്. അതായത് ഇങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അതായത് ഇപ്പോൾ എന്ത് ഇൻസിഡൻറ്റ് നടന്നാലും എല്ലാവരും തന്നെ ഇപ്പോൾ പോസ്റ്റ് ഇടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും അധികം ഫോളോവേഴ്സ്, അത് സാധാരണക്കാരിൽ ഇത്രയും അധികം ഫോളോവേഴ്സ് ഉണ്ടായത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. താങ്കൾ ഒരു ജേർണലിസ്റ്റ് അല്ല, ഒരു പൊളിറ്റീഷ്യൻ അല്ല, എന്നിട്ട് കൂടി ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ്. എനിക്കറിയാം താങ്കൾ ഒരു IT പ്രൊഫഷണൽ ആണ്, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഒരു വർക്ക് ഫ്രം ഹോം തുടങ്ങിയ പിന്നെ വർക്കൊക്കെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഫീസ് അവേഴ്സും വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഈ പോസ്റ്റ് ഇടാനുള്ള ടൈമും ഇതെല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഒരിക്കലും ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിലാണെങ്കിലും പബ്ലിക് ലൈഫിലാണെങ്കിലും ഒന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും വന്നിട്ടില്ല. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ ഡേ എന്ന് പറയുമ്പോൾ അത് വീക്ക് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫീസുള്ള സമയത്ത് രാവിലെ മുതൽ
വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ലേറ്റ് ഈവനിങ് വരെ പൂർണ്ണമായിട്ടും എനിക്ക് എൻ്റെ ഓഫീസ് ജോലി മാത്രമാണ്. ആ സമയത്തുള്ള എൻ്റെ പ്രയോറിറ്റി അത് മാത്രമാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പലപ്പോഴും ഈ 3 മണി 4 മണിയൊക്കെ ഡിബേറ്റുകളൊക്കെ പല ചാനലുകളും സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും കാരണവശാൽ അവധി എടുത്തിരിക്കുന്ന ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹോളിഡേ ഒക്കെ ആയിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളൂ. അല്ലാതെ വിളിക്കുന്ന എല്ലാ വിളികൾക്കും ഞാൻ പറയുന്നത് എൻ്റെ ഓഫീസ് അവേഴ്സ് ആണ്, ഫോണിലുള്ള പ്രതികരണം പോലും തരാൻ സാധ്യമല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ വർക്ക് അവേഴ്സ് ആണ്. അത് ആ രീതിയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സമയമാണ് ഒരു ലേറ്റ് ഈവനിങ് ആണ് സാധാരണ ഈ ചർച്ചകളുടെ പ്രൈം ടൈം. അപ്പോൾ അത് പലപ്പോഴും ഈ ഇംഗ്ലീഷ് ചാനൽ ഡിബേറ്റുകൾ കൂടി വരികയാണെങ്കിൽ രാത്രി 11 മണി വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം കൂടുതലായിട്ടുള്ള ഒരു ഫാമിലി ടൈം, കൂടുതലായി ഞങ്ങളെല്ലാവരും വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ഈവനിങ് ആണ് അല്ലെങ്കിൽ ഒരു ലേറ്റ് നൈറ്റ് ഒക്കെയാണ് നമ്മളുടെ ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഒരു പുലർച്ചെ ഒരു 3:30 വരെ ഒക്കെയാണ് മറ്റെന്തെങ്കിലും രീതിയിലുള്ള വായനയോ ചിലപ്പോൾ എന്തെങ്കിലും സിനിമ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് നമ്മുടെ നെയ്ബേഴ്സിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ കോഴി പോകുന്ന സമയത്താണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ശീലം അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമല്ല. അപ്പോൾ വർക്ക് അവേഴ്സിന് വളരെ കണിശമായിട്ടുള്ള വർക്ക് അവേഴ്സ് ഉണ്ട്, ഫാമിലി ടൈം അതേപോലെ തന്നെ ഉണ്ട്. ഒപ്പം നമുക്ക് ഈ ഡിബേറ്റുകൾക്കും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ടൈം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു 3:30 ആണ് നോർമലി ഉറങ്ങുന്ന സമയം, ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന രീതിയിലാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഈ പോസ്റ്റ് ഒക്കെ ഇടുന്നതെന്ന് പറയുമ്പോൾ അത് ചില പോസ്റ്റുകളൊക്കെ ഇപ്പൊ ലോങ് പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് തലേ ദിവസമോ രാത്രിയോ എപ്പോഴെങ്കിലും എഴുതി നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ സർക്കാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് പലപ്പോഴും ഒരു ചെറിയ പോസ്റ്റ്, ഏതാനും ലൈനുകൾ മാത്രമുള്ള ഒരു പോസ്റ്റ് ഒക്കെ ഇടുന്നതിനോ അല്ലെങ്കിൽ ചെറിയൊരു പ്രതികരണത്തിനോ ഒക്കെ നമുക്കൊരു വാട്സാപ്പ് മെസ്സേജ് കിട്ടുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന സമയം മാത്രമേ വേണ്ടൂ, ഒരു SMS-ന് റിപ്ലൈ കൊടുക്കുന്ന സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ അതിനൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് സമയം കൊടുക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ട്വിറ്റർ പോലെ ഉള്ള മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് അറിയാവുന്ന പ്രതികരിക്കേണ്ടതെന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ട്വീറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്പേസ് ഔട്ട് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല. എല്ലാം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എനിക്ക് ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു പാറ്റേൺ ആണ് പിന്തുടരുന്നത് ഈ ഉറക്കത്തിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. എങ്ങനെയാണ് ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത്? തീർച്ചയായും അത് ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം നോക്കൂ, നമ്മൾ ആരും ഫാമിലിയെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കൃത്യമായിട്ട് നമുക്ക് ഫാമിലിയോടൊപ്പം തന്നെ 24 അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാവലൊക്കെ കുറവാണ്, നമുക്ക് പുറത്തിറങ്ങേണ്ടുന്ന സാഹചര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കൂടുതലായിട്ട് ഫാമിലിയെ മിസ് ചെയ്യുന്ന സാഹചര്യം ഇല്ല. പിന്നെ നേരത്തെ തന്നെ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഫാമിലി മിസ് ചെയ്യുന്ന രീതിയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഒക്കെ അല്ലാതെ തന്നെ എടുക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ടൈം നമ്മളത് കൃത്യമായി മാനേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും ആ ഒരു ഷെഡ്യൂൾ നമ്മൾ പിന്തുടരുന്നത് കൊണ്ടും രാത്രിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനും മോളുടെ സ്കൂളിന്റെ കാര്യം എന്താണ് ഇതൊക്കെ അന്വേഷിക്കുന്നതിനുള്ള സമയമെല്ലാം ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്ന രീതിയിലില്ല. വർക്കാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുള്ള സമയം മാത്രം വളരെ ഫിക്സ്ഡ് ആണ്. മറ്റുള്ളത് ഈ ഓരോ അവസരത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏറെയും കുറഞ്ഞിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കരിയർ വൈസ് സേഫ് ആണ്. അപ്പൊ വൈഫും മോളൊക്കെ ആയിട്ട് നല്ലവനായി ഉണ്ണിയെ പോകുന്നതിന് പകരം ഒരു ഡിബേറ്റിലേക്ക് പോകാനും ചാനൽ ചർച്ചകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാണ്? അല്ല, അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഇപ്പോൾ എന്റെ ലൈഫിൽ ഒരു പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലൊന്നും അല്ല എന്റെ ലൈഫ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത് ആ രീതി വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഐച്ഛിക വിഷയം. അപ്പോൾ ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്തതാണ്. മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണമെന്നുള്ളതായിരുന്നു വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. പക്ഷേ മറ്റു ചില സാഹചര്യങ്ങൾ ഈ പറയുന്ന പോലത്തെ നിരീക്ഷണവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നതിനൊരു ഇമ്പോർട്ടൻസ് കൂടുന്നു. അപ്പോൾ ഒരു ബാങ്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, അത് എഴുതുന്നു, അതിന്റെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുന്നു, അത് കിട്ടുന്നു. ആ സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് IT-യിലും ഒരു ജോലി കിട്ടുന്നു. അപ്പോൾ ആദ്യം IT ജോബ് പ്രിഫർ ചെയ്യുന്നു, ബാങ്ക് വരുന്ന സമയത്ത് അത് വേണ്ട എന്ന് വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഏതാണ്ട് ഒരേ സമയം ഈ 2004 2005 ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് താല്പര്യം തോന്നിയിട്ട് ഹിസ്റ്ററിയിൽ ഒരു റിസർച്ച് തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ എഴുതാനുള്ള അവസരം ഉണ്ടായി ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടി. അങ്ങനെ 1-2 ആർട്ടിക്കിളുകൾ അവർക്ക് വേണ്ടി എഴുതിയപ്പോൾ അവർ പിന്നീട് മറ്റേത് വിഷയത്തിനെ പറ്റി ആർട്ടിക്കിൾ എഴുതണമെന്ന് തോന്നിയാലും അത് നമ്മൾ പ്രസിദ്ധീകരിച്ചുകൊള്ളാം എന്ന് അവരൊരു ഉറപ്പ് തന്നു. ആ ഉറപ്പിന്റെ പുറത്ത് പിന്നീട് ഒരു 10-50-ലധികം ആർട്ടിക്കിൾസ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരിക്കൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇന്ത്യയിൽ വേണോ വേണ്ടയോ എന്ന രീതിയിലുള്ള ഒരു ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോൾ അതിനെപ്പറ്റി ക്യാപിറ്റൽ പണിഷ്മെന്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതി. ആ ലേഖനം വന്ന് ടൈംസ് നൗവിലായിരുന്നു. അർണബ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
അന്നത്തെ ഡിബേറ്റിലേക്ക് വിളിച്ചു. കാരണം അതിന്റെ പിറ്റേ ദിവസം പുലർച്ചെയാണ് തീവ്രവാദിയായിട്ടുള്ള യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാനായിട്ട് നിശ്ചയിച്ചത്. അന്ന് രാത്രി 12 മണിക്ക് ശേഷം അസാധാരണമായി സുപ്രീം കോടതി തുറന്ന് അദ്ദേഹത്തിന്റെ പെറ്റീഷൻ കേൾക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ തലേന്ന് രാത്രിയിലാണ് ഇങ്ങനെ സുപ്രീം കോർട്ടിലെ അഭിഭാഷകന്മാര്, മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുള്ള ഒരു പാനലായിരുന്നു. ആ പാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അതാണ് ആദ്യത്തെ ഡിബേറ്റ്. 2015-ലോ 16-ലോ ആണ്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ഒരു ഡിബേറ്റ് വരുന്നത്. അത് പിന്നീട് മറ്റ് ചാനലുകളിലേക്കൊക്കെ വരുന്നു. ഇപ്പൊ മാതൃഭൂമിയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നത്. ഹർഷനാണ് അന്നത്തെ ആങ്കർ. പിന്നീട് കൈരളി വിളിക്കുന്നു. അങ്ങനെ പിന്നീട് പലരായി ഇങ്ങനെ വിളിച്ച് പല പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് അങ്ങനെ എത്തപ്പെട്ടതാണ്. അപ്പൊ കൃത്യമായി പ്ലാൻ ചെയ്തുള്ള ഒരു ട്രാക്കൊന്നും അല്ല, വളരെ യാദൃശ്ചികമായിട്ട് മറ്റൊരു മേഖലയിൽ നിന്നുള്ള സ്വാധീനം കാരണം ഇതിലേക്കൊക്കെ വന്നുപോയതാണ്. അങ്ങനെ ഡിബേറ്റിൽ കൂടിയൊക്കെ ശക്തമായി മുന്നേറുന്ന സമയത്താണ് ചില ചാനലുകാർ താങ്കളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അടുത്തിടെ ചില അവതാരകർ താങ്കളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ താങ്കൾ ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഇല്ല, എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭരണഘടന അനുസൃതമായി തന്നെ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനോടൊപ്പം തന്നെ മൗലികാവകാശമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ പലപ്പോഴും ഈ ചാനലുകളാണെങ്കിലും ഈ പറയുന്ന അവതാരകരാണെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും എല്ലായ്പ്പോഴും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികമായിട്ടുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ്, അത് ഉണ്ടാകണമെന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായത്തിനെ അഭിപ്രായം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ വയ്യാതെ വരുന്ന സാഹചര്യത്തിൽ അവർ ആ വ്യക്തിയെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഏതൊക്കെ മൂല്യങ്ങളാണോ ഉയർത്തിപ്പിടിക്കുന്നത് അതിനെ ഇവർ തന്നെ ചുട്ടു തിന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഇരട്ടത്താപ്പിനോട്, അവരുടെ ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള അവരുടെ ഒരു നിലപാടിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. അത് ചില ആങ്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചർച്ചകളിൽ പഞ്ചിങ് ബാഗുകളെ മാത്രം മതി. ഇപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള ഏതാണ്ട് 1-2 ആങ്കർമാർ ഒഴികെ ബാക്കി എല്ലാ ആങ്കർമാരോടൊപ്പം ഞാൻ ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 1-2 ആങ്കർമാരുടെ കൂടെ ഇരിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവർ വിളിച്ചിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പഞ്ചിങ് ബാഗിനെയാണ് ആവശ്യം. അപ്പോൾ തിരിച്ചാരെങ്കിലും മറുപടി പറയുമെന്ന് തോന്നുന്ന ആൾക്കാരെ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചർച്ചയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഗം വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അത് അവരുടെ ഒരു ദൗർബല്യമായിരിക്കാം, അവരുടെ വീക്ക്നെസ് അവർ തന്നെ അംഗീകരിക്കുന്നതിന്, കൺസീഡ് ചെയ്യുന്നതിനൊക്കെ തുല്യമായിരിക്കാം. അപ്പൊ അത് അവരുടെ നിവൃത്തികേടാണ്. ചാനലുകൾക്ക് മൊത്തത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ട് എന്ന രീതിയിൽ എനിക്ക് ഇപ്പോഴും അഭിപ്രായമില്ല ചാനലുകളെ സംബന്ധിച്ച്. പക്ഷേ ഇതുപോലെ ഒരു പർട്ടിക്കുലർ പാർട്ടി ഞാനുണ്ടെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പല അവതാരകരും തത്സമയ ചർച്ചകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതേ അഭിപ്രായം തന്നെയാണ്. നിങ്ങൾക്ക് ആശയത്തിനെ ആശയം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെയോ നിങ്ങളുടെ പൊസിഷന്റെയോ ദൗർബല്യമാണ് അത് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വയ്യ എങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കൊള്ളൂ. ഈ ഭ്രഷ്ട്, ഈ അയിത്തം എന്നൊക്കെ പറയുന്നതിനെതിരെ പടപൊരുതുന്നത് എന്ന് പറയുന്ന നിങ്ങൾ ഒരു വ്യക്തിയെ അഭിപ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ദൗർബല്യത്തിനെ തന്നെ നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ വിളിച്ചോതുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവരോടും എനിക്ക് ഇതേ രീതിയിലുള്ള സഹതാപം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവസരങ്ങൾ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ഈ 2-ാം ടേമിൽ ഇപ്പോൾ തുടർ ഭരണം വന്നതിന് ശേഷം അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, ഒരുപക്ഷെ ദേശീയ തലത്തിലാണെങ്കിൽ പോലും അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. അവൻ അപകടകാരിയാണ്, അവനെ വളരാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? നായരൊക്കെ ആ ഒരു സീൻ നമ്മളിപ്പോ സിനിമയിൽ പറയുന്ന സമയത്ത് അതിലൊരു തമാശയുണ്ട്. പക്ഷെ ആ തമാശ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ സഹതാപമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം. അതുപോലെ ചർച്ചകളിൽ മാത്രമല്ല, താങ്കളുടെ കമ്പനിയുടെ ഫേസ്ബുക്കിൽ വരെ താങ്കൾക്കെതിരെയുള്ള പോസ്റ്റുകൾ ഇട്ട് ഒരുപാട് തളർത്താൻ നോക്കിയിരുന്നു. അതൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഒരു വ്യക്തിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാത്രമായിട്ടുള്ള അഭിപ്രായമാണ്. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആളിനെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഒക്കെ ചേർത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അത് വീണ്ടും അവരുടെ ആ ദൗർബല്യം മാത്രമാണ് കാണിക്കുന്നത്. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ക്യാമ്പയിനുകളൊക്കെ തുറന്നു കാണിക്കുന്നത് അവരുടെ ആശയപരമായിട്ടുള്ള നിലനിൽപ്പിന്റെ ആ ഒരു ദൗർബല്യം എന്നുള്ളത് മാത്രമാണ്. അതിനെയൊക്കെ ആ രീതിയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മെച്യൂറായിട്ടുള്ള ചിന്തിക്കുന്ന ആരും തന്നെ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കുറെ പാരഡി ഗാനങ്ങളൊക്കെ അടുത്തിടെ പോസ്റ്റുകളിൽ കണ്ടു. അപ്പോൾ ഇത് പണ്ടേ കൂടെ ഉള്ളതാണോ? അതും വളരെ ആപ്റ്റ് ആയിട്ട് വളരെ പ്രാസമൊക്കെ ഒപ്പിച്ച് കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കഴിവുകളൊക്കെ പണ്ടേ ഉള്ളതായിരുന്നോ അതെയോ ഈ അടുത്തിടെ വന്നൊരു കഴിവാണോ? അല്ല, ഈ പാരഡി സോങ് നമ്മൾ നോക്കൂ, ഞാൻ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2 മീഡിയം എന്ന് പറയുന്നത് ഒന്ന് ഫേസ്ബുക്കും മറ്റൊന്ന് ട്വിറ്ററുമാണ്. ട്വിറ്ററിൽ കുറച്ചുകൂടി ഒരു വിഷയത്തിനെ കാര്യമായ രീതിയിൽ അപഗ്രഥിച്ച് അതിന്റെ ഒരു പൊസിഷൻ, നമ്മുടെ പൊസിഷൻ എന്താണ് ആ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഇതിലെ ശരിതെറ്റുകൾ എന്താണ് എന്ന് പറയുന്ന കൂടുതലും സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ട്വിറ്ററിൽ ഇടുക.
നേരെ മറിച്ച് ഫേസ്ബുക്ക് കൂടുതലായിട്ട്, കാരണം ഇത് രണ്ടും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ട്വിറ്ററിലില്ല. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കാരണം എൻ്റെ ഒരു പേജ് അല്ല, പ്രൊഫൈലാണ്. അപ്പൊ ആ പ്രൊഫൈലിൽ നമ്മൾ പറയുമ്പോൾ കൂടുതലും നമ്മൾ സുഹൃത്തുക്കളോട് തന്നെ പറയുന്ന രീതിയിലാണ് പറയുക. അപ്പം ഒരു എക്സ്റ്റെൻഡഡ് സൗഹൃദ വലയം എന്ന രീതിയിൽ അവരോടാണ് നമ്മൾ കൂടുതലായിട്ട് തമാശ പറയുക, ഇൻഫോർമൽ ആവുക. ആ തമാശ എന്ന് പറയുന്ന സമയത്ത് അതിൽ സറ്റയർ ഉണ്ടാകാം, അതിൽ ഡാർക്ക് ഹ്യൂമർ വരാം, അതിൽ ഈ പറയുന്നത് പോലെ സിനിമകളിൽ നിന്നുള്ള പാട്ടുകളുടെ പാരഡി ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. അത് ആ ഒരു ആശയത്തിനെ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതിന് അപ്പുറത്തേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് സറ്റയർ ഉപയോഗിക്കുന്ന ഏതൊരു വിഷയത്തിലും വളരെ ഗൗരവമോടെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു ലോങ് എസ്സേ എഴുതി പോസ്റ്റ് ചെയ്ത് ഇടാം. പക്ഷെ അതിനെ ഒരുപക്ഷെ ആൾക്കാർ വായിക്കാനുള്ള ഒരു സമയം എടുക്കുന്നത്, ചിലരൊക്കെ പിന്നീട് വായിക്കാമെന്ന് കരുതി മാറ്റിവെക്കാം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഉദ്ദേശിച്ച ഫലം എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. അത് തന്നെയല്ലത് ഒരാളൊരു ഷെയർ ചെയ്ത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ വിരളമാണ്. നേരെ മറിച്ച് വളരെ ചെറിയൊരു പാരഗ്രാഫ്, 2-3 ലൈനുകളുള്ള ഒരു സംഭവം, അത് നമ്മൾ പരിചയിച്ചിട്ടുള്ള ഒരു സിനിമ ഡയലോഗോ അല്ലെങ്കിൽ ഒരു സിനിമയിലെ പാട്ടോ അങ്ങനെയൊക്കെ ആവുകയും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നമ്മൾ എപ്പോഴും കണ്ട് പരിചയിച്ചിരിക്കുന്ന ഒരു സിനിമയിൽ നിന്നുള്ള ഒരു സീൻ, അതിന്റെ ഒരു ഫോട്ടോ കൂടി ഇട്ടിട്ട് ഒരു ട്രോൾ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഇടുന്ന സമയത്ത് ആൾക്കാർക്ക് അധികം സമയം വേണ്ട അത് വായിക്കാൻ, അതിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ട. പിന്നെ ഇതൊരു ചിരി ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ പറയുന്ന കാര്യം വളരെ വളരെ ലോങ് എസ്സേ എഴുതുന്നതും ഇതും ഒരേപോലെ തന്നെ ആൾക്കാർക്ക് ഇഫക്റ്റീവാണ്. പക്ഷെ ഇതിന്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് സട്ടയറിന് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യം നോക്കുന്നത്. പിന്നെ ഈ പാരഡി പാട്ടൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെയും എഴുതിയിട്ടുണ്ട്, അത് മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡഡ് സൗഹൃദ വലയത്തിലുള്ള ചില ഗായകരൊക്കെ തന്നെ ഇത് പാട്ടുപാടി കരോക്കെ ഇട്ട് പാട്ടുപാടി മുമ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു പോകുന്നതാണ്. ഇതൊന്നും ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇത് വായിക്കുന്ന സമയത്ത് ആ ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ ആൾക്കാർക്ക് ചിന്തിക്കാനും ശരിയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാനും കൂടിയുള്ള ചില കാര്യങ്ങളും കൂടി ഇതിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ചിലപ്പോൾ ലോങ് സിനിമ കോൺവെർസേഷൻ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ പാട്ടാവാം, അങ്ങനെ പലതും അങ്ങനെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാടാനുള്ള കഴിവ് കൂടി ഉണ്ടോ? ഇല്ല, പാടാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ ഒരു മുൻകൂർ. അതെന്തൊരു അത്ഭുതമാണ്, കാരണം ബാക്കി എല്ലാ കഴിവുകളും ഉണ്ട്. ഇല്ല, അങ്ങനെ തികഞ്ഞ ആൾക്കാർ ആരും ഇല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോ മറ്റൊരാളിനേക്കാൾ കുറച്ച് കഴിവ് കൂടുതലുണ്ട് എന്ന് വരാം. പാടാനുള്ള കഴിവിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കുറച്ചധികം ആൾക്കാരെക്കാൾ ചിലപ്പോൾ നന്നായിട്ട് പാടുമായിരിക്കും. പക്ഷേ ഈ ലോകത്തുള്ള 99% ആൾക്കാരും എന്നെക്കാൾ മികച്ച ഗായകരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ മൂളിപ്പാട്ടുകൾ പോലും പാടുന്നത് വളരെ കുറവാണ്. ഈ ബാത്റൂം സിംഗർ പോലും അല്ല. പിന്നെ ഈ കവിതകളൊക്കെ വല്ലപ്പോഴും ഒക്കെ ചൊല്ലുമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു സിംഗറൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീജിയണൽ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോഴും അതുപോലെ നാഷണൽ ചാനൽസിൽ പോകുമ്പോഴും എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പോൾ അവിടുത്തെ ഒരു പാനലും ഇവിടുത്തെ പാനലും തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു റീജിയണൽ ലാംഗ്വേജിലാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ചാനലുകൾ തുടരുന്ന ഒരു ചർച്ചാ രീതിയുണ്ട്, ഒരു ഡിബേറ്റിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസ് അല്ല പല നാഷണൽ ചാനലുകളും പിന്തുടരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലുള്ള ഏതൊരു ചാനലിന്റെ ചർച്ച, അതിപ്പോ തീവ്രമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ചാനലുകൾക്ക് ഒരുപക്ഷെ അവരുടെ അവതാരകരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലതവണ ഇടപെടാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ അഭിപ്രായം പറയുന്നതിന് വേണ്ടുന്ന സമയം നമുക്ക് കിട്ടാറുണ്ട്. വളരെ അപൂർവം സമയത്ത് അതല്ലാതെ വരുന്നുണ്ടെങ്കിൽ പോലും ജനറലി നമുക്ക് അങ്ങനെ ഒരു ആക്ഷേപമായിട്ട് അത് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും എല്ലാവരും അതിനുള്ള സമയം തരാറുണ്ട്. പക്ഷേ ദേശീയ ചാനലിലേക്ക് പോകുന്ന സമയത്ത് മലയാളത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റീജിയണൽ ലാംഗ്വേജിൽ ഇല്ലാത്ത പല പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് മലയാളത്തിൽ ഒരിക്കലും 2 ആൾക്കാർ ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. തുടക്കത്തിൽ തന്നെ അവതാരകർ ഇടപെടുന്നു, ഒരാളിനെ സൈലൻസ് ചെയ്യുന്നു, മറ്റേ ആളിനോട് സംസാരിക്കാൻ പറയുന്നു, അവരവരുടെ അവസരങ്ങളിൽ മാത്രം ആൾക്കാർ സംസാരിക്കുന്നു. ഇടപെടലുകളൊക്കെ താരതമ്യേന കുറവാണ്. നേരെ മറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പലപ്പോഴും 2 ആൾക്കാർ ഒരേ സമയം തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ വയേർഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഡിയോ ലൈനിൽ ചിലപ്പോൾ മറ്റാൾക്കാർ എല്ലാവരും സംസാരിക്കുന്ന ഓഡിയോ ഒന്നിച്ചു വരും. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് ആരെന്ത് പറയുന്നു എന്ന് മേക്കൗട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഈ മലയാളത്തിലൊക്കെ വരുമ്പോൾ നമ്മൾക്കൊരു 3-4 പാനലിസ്റ്റുകളാണ് ചർച്ചയ്ക്ക് വരിക. പക്ഷേ ഈ നാഷണൽ മീഡിയയിലൊക്കെ പലപ്പോഴും 8-9 പേരൊക്കെ തന്നെ അതേ സമയത്തിലുള്ള ഒരു ചർച്ചയിൽ, അത് 1 മണിക്കൂർ ചർച്ചയിലൊക്കെ ഇത്രയും ആൾക്കാരുണ്ടാകും. അപ്പൊ നമുക്കവിടെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ കുറവായിരിക്കും. രണ്ടാമതൊരു അവസരം എന്ന് പറയുന്നത് കിട്ടുന്നത് പോലും ചിലപ്പോൾ 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ എത്രയും കൺസൈസ് ആയിട്ട് നമുക്ക് ആ ഒരു വിഷയത്തിനെ പറയാൻ പറ്റുമോ, എത്രയും നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ മറ്റ് ചില എബിലിറ്റീസ് കൂടി അവിടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളിൽ അധികം ആൾക്കാർ അങ്ങനെ സ്ഥിരമായിട്ട് ഒരുപക്ഷെ പ്രാദേശിക ഭാഷയിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ദേശീയ മാധ്യമങ്ങളിൽ വന്ന് പെർഫോം ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കാത്തത്
ഇത്തരത്തിലുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. അവരുടെ കുഴപ്പമല്ല, പകരം അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അത് നമുക്ക് വൺസ് യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൈംസ് നൗവിലെ ആദ്യത്തെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറ്റിയുള്ള ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് അന്നത്തെ ന്യൂസ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ശ്രീജിത്ത്, ഐ ഹാവ് ഓൺലി വൺ അഡ്വൈസ് ഫോർ യു, ഷൗട്ട്, അതർവൈസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ്, ഷൗട്ട്. ഇത് മാത്രമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ശീലമില്ലാത്ത, കണ്ട് ശീലം പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. കാരണം അന്നൊന്നും ഞാൻ അങ്ങനെ നാഷണൽ ഡിബേറ്റ്സ് ഒന്നും വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒരു അക്കസ്റ്റൻഡ് ആവാനുള്ള ഒരു സമയം സ്വാഭാവികമായിട്ട് എടുക്കും. പക്ഷെ വൺസ് നമുക്ക് അതിന്റെ ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പമാണ്. അതെ, ഒട്ടും ഷൗട്ട് ചെയ്യാണ്ട് വളരെ ഫാക്ട്സ് നമ്പർ ഒക്കെ ഇട്ടാണ് പ്രസന്റ് ചെയ്യാറ്. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴും 1, പിന്നെ 2, പിന്നെ എന്നുള്ളത് നമ്പർ ഇല്ല. അതെന്താ അത്? അല്ല, അതെന്തോ നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല, പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരാളും ഇല്ല. അപ്പോ എനിക്ക് ഈ പറയുന്നത് പോലെ 1, 2 വീണ്ടും 1, 2 അങ്ങനെ പോവുകയാണ്. ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ട്രോൾ ചെയ്യാറും കമന്റ് ചെയ്യാറും ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് 1 മുതൽ 8 വരെ എണ്ണി പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം, പണ്ട് സ്പ്രിംഗ്ലർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് നടത്തിയിരുന്ന ശ്രീ വി ഡി സതീശൻ, ശ്രീ എം പി രാജേഷ് ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു ചർച്ചയിലാണ്. അത് മാത്രം കൃത്യമായിട്ട് 1 മുതൽ 8 വരെ പോയി. ബാക്കിയെല്ലാം 1, 2, 1, 2 എന്ന് ഈ പറഞ്ഞതുപോലെ ഒരു എന്തോ ഒരു ഇൻഹറന്റ് ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് തന്നെ വലിയൊരു കാര്യമാണ്. അതായത് ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ ഫാക്ട്സ് മാത്രം പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നാട്ടിൽ കുറേയധികം നല്ല പ്രസംഗകരുണ്ട്, നല്ല ഒറേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു നല്ല ഒറേറ്റർ ഒരിക്കലും ഒരു നല്ല ഡിബേറ്റർ ആവില്ല. ഇത് രണ്ടും 2 ടൈപ്പ് ഓഫ് സ്കിൽ ആവശ്യമുള്ളതാണ്. ഇപ്പൊ ഞാനൊരു നല്ല പ്രസംഗകനാണ് എങ്കിൽ അത് ഒരു ചർച്ചയിൽ വന്ന് നമ്മളത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗ വേദിയിൽ വന്ന് നമ്മളൊരു പ്രസംഗം നടത്തുമ്പോൾ അതിനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ചർച്ചയിൽ കിട്ടുന്ന ഒരു ഇൻഡിവിജ്വൽ സ്ലോട്ടിനേക്കാൾ വളരെ വലുതാണ്. ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത് 30 മിനിറ്റ് നേരത്തേക്കായിരിക്കാം, ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തേക്കായിരിക്കാം. അങ്ങനെയായിരിക്കും നമ്മൾ സംസാരിക്കുക. ഇത് ഒരു വശമാണ്. നേരെ മറിച്ച് ഇവരെ നമ്മളൊരു ചാനൽ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ചിലപ്പോൾ ആ പോയിന്റ് അവതരിപ്പിക്കുന്നതിന് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ആയിരിക്കും ഒരു സ്ലോട്ടിൽ കിട്ടുക. നേരെ മറിച്ച് ഈ 3 മിനിറ്റ് 4 മിനിറ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇവരത് ചൂടായി വരുന്ന സമയമാണ്. പ്രസംഗമാണെങ്കിൽ അത് വാമപ്പായി വരുന്ന സമയമാണ്. പറയുന്ന 4 മിനിറ്റിനുള്ളിൽ നമ്മുടെ പോയിന്റ് കൺവേ ചെയ്യുക എന്ന് പറയുന്നതിന് വേറൊരു ടൈപ്പ് ഓഫ് സ്കിൽ വേണം. അതുകൊണ്ട് നല്ല ഒറേറ്റേഴ്സ്, നല്ല ഡിബേറ്റേഴ്സ് ആവണമെന്നോ തിരിച്ചോ നിർബന്ധമില്ല. കാരണം വളരെ കൺസൈസ് ആയിട്ട് മാത്രം പോയിന്റ് പറയുന്ന എല്ലാവർക്കും ഒരു 2 മണിക്കൂർ പ്രസംഗം നടത്താൻ കഴിയണമെന്നില്ല. അപ്പൊ ഇതൊക്കെ ഈ ആൾക്കാരുടെ ഓരോ സ്കില്ലിലേക്ക് നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യത്യാസം അനുസരിച്ചിരിക്കും. എനിക്ക് അറിയാവുന്ന നല്ല പ്രസംഗകരുണ്ട്, പക്ഷെ അത്രത്തോളം ഇഫക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഡിബേറ്റർമാരായിട്ടാണ് അവരെ പലരെയും കണ്ടിട്ടുള്ളത്. അത് ഈ 2 സ്കില്ലുകൾ 2 ആയതുകൊണ്ടുള്ള ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ താങ്കൾ പഠിച്ചതെല്ലാം പന്തളം നാട്ടിലെ ഗവൺമെന്റ് സ്കൂളിലെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പിന്നെ ജോലി സംബന്ധമായിട്ടൊന്നും കേരളത്തിന് പുറത്ത് പോയിട്ടുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുക? വെറുതെ കൈകാര്യം ചെയ്യല്ല, നല്ലൊരു നാഷണൽ ചാനൽസിൽ പോയി ഡിബേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക, അത് എങ്ങനെയാണ് സാധിച്ചത്? ഇത് കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ കിട്ടുമെങ്കിൽ ആ ഒരു രഹസ്യം പറഞ്ഞുതരാമോ? അല്ല, അതിന് ഞാൻ എറ്റേണലി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ സ്കൂളിലെ പ്രഥമാധ്യാപകനായിരുന്ന, ഞാൻ പഠിച്ചിരുന്ന പന്തളം ഗവൺമെന്റ് UP സ്കൂളിലാണ് ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചിരുന്നത്. സർക്കാർ സ്കൂളാണ്, മലയാളം മീഡിയമാണ്. അവിടുത്തെ പ്രഥമാധ്യാപകനായിരുന്ന അബ്ദുൽ ഖാദർ റാവുത്തർ എന്ന് പറഞ്ഞ എൻ്റെ സാറുണ്ട്. അദ്ദേഹത്തിനോടാണ് ഫോർ എവർ ആ വിഷയത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഒരിക്കൽ ക്ലാസ്സിൽ അധ്യാപകൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് പിള്ളേരെല്ലാം ഭയങ്കര ബഹളം. ആ സമയത്ത് ക്ലാസ്സിലേക്ക് അദ്ദേഹം കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഈ പീരീഡ് എന്താണ്? അപ്പോൾ ഇന്നയാളാണ്, ആളില്ലേ? ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു എക്സസൈസ് തന്നു. ഒരു 5 ഇംഗ്ലീഷ് വേർഡ്സ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വാക്കുകളുടെ മലയാളം അർത്ഥം നിങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആരും തന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഈ സമയം കളയാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്നു, ഒരു പ്രായം കഴിയുമ്പോൾ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഫുൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വരുന്ന സ്റ്റുഡൻസിനോടൊപ്പം ഫുൾ ഇംഗ്ലീഷ് മീഡിയം ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസിലേക്കാണ് വരിക. ഈ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി തുടങ്ങിയ കാലം അങ്ങനെയാണ് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ മലയാളത്തിൽ മാത്രം പഠിച്ചാൽ പോരാ, ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം അറിയണം, ഇംഗ്ലീഷും കൂടി പഠിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തന്ന ഒരു അഡ്വൈസ് ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല അഡ്വൈസുകളിൽ ഒന്നാണ്. നിങ്ങൾ ഡിക്ഷണറി എടുക്കുക, അതിൽ നിന്ന് ദിവസം ഒരു 4-5 വാക്കുകൾ പഠിക്കുക, അതിന്റെ അർത്ഥം, അതിന്റെ പ്രയോഗ രീതി ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു. ഞാനതിനെ വളരെ കാര്യമായിട്ട് എടുത്തു. അന്ന് മുതൽ ഇങ്ങനെ ഡിക്ഷണറി നോക്കുന്നു, വാക്കുകൾ പഠിക്കുന്നു, അതിന്റെ പ്രയോഗം പഠിക്കുന്നു, അങ്ങനെ സ്ഥിരമായി ചെയ്തു വന്നു. അങ്ങനെ സ്ഥിരമായി ചെയ്തു വന്നതുകൊണ്ട് നമുക്ക് ഈ നമ്മൾ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു സ്വിച്ച് ചെയ്യുന്ന ഒരു ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കുന്ന, വായിച്ച് മനസ്സിലാക്കുന്ന ആ ശൈലികളോടൊക്കെ തന്നെ
ഒരു താല്പര്യം ഉണ്ടാവുകയും അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. മറ്റ് ഭാഷകളിൽ ഹിന്ദി പോലും ഞാൻ വളരെ വീക്കാണ്. എൻ്റെ ഹിന്ദി സുഹൃത്തുക്കളൊക്കെ പറയും ഇതേപോലെ കുറച്ചുകൂടി നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ചാനലുകളിലും വരാം. ഞാൻ പറയും വയ്യ, ഒരു രക്ഷയില്ല, ഹിന്ദി വഴങ്ങുന്ന ഭാഷയല്ല, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ് വരെ ചുരുങ്ങിയത് ഇതേപോലെ ഡിക്ഷണറി കൃത്യമായി റെഫർ ചെയ്യുമായിരുന്നു. അതിനുശേഷവും പിന്നീട് നമ്മൾ ഫുൾ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ വൊക്കാബുലറി ഉണ്ടാകുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഈ ഡിക്ഷണറി പ്രേമം എന്ന് പറയുന്നത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ ഇന്നേ വരെ വായിച്ചിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. എൻ്റെ അഭിപ്രായം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അന്നും ഒരു പഠിപ്പിസ്റ്റ് ഇമേജ് ഉള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. പഠിപ്പിസ്റ്റ് ഇമേജ് ഉണ്ടായിരുന്നു കേട്ടോ. പഠിപ്പിസ്റ്റ് ഇമേജ് ഉണ്ടായിരുന്നു, അത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പഠിപ്പിസ്റ്റ് മാത്രമായിരുന്നില്ല. പഠിപ്പിസ്റ്റ് എന്നുള്ള ഒരു ഇമേജ് അന്ന് ഉണ്ടായിരുന്നു. ആൾക്കാർ ആ രീതിയിൽ കളിയാക്കുന്ന, അല്ലെങ്കിൽ ഈ വട്ടക്കണ്ണടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നും ഒരു പഠിപ്പിസ്റ്റിനെ കാണുന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ അങ്ങനെ കേവലം അതിലേക്ക് മാത്രമായിരുന്നില്ല. നമ്മളിപ്പം ആർട്സിൽ അല്ലെങ്കിൽ സയൻസ് എക്സിബിഷൻസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു. ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു, മോണോ ആക്ടിന് പോകുമായിരുന്നു, നമ്മുടെ എന്താ പറയുന്ന ഈ പ്രസംഗ മത്സരങ്ങൾക്ക് പോകും, എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻസിന് പോകും, ഒരിക്കൽ ഡ്രാമയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വളരെ രസകരമായിട്ട് ഈ വിൽപ്പാട്ട് എന്ന് പറയുന്ന ഒരു പരമ്പരാഗത കലാരൂപമുണ്ട്. അപ്പോൾ അതിന് പോലും പോയി മറ്റേ ജില്ലാ തലത്തിലൊക്കെ പ്രൈസ്, സ്റ്റേറ്റ് ലെവലിലൊന്നും പോയില്ല, മത്സരിക്കാൻ പോയില്ല, പക്ഷെ അന്ന് അതിനൊക്കെ പോയതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് ആർട്സിനോടും സയൻസിനോടും ഒക്കെയുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ പഠനത്തിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ കോളേജിലൊക്കെ വരുന്ന സമയത്ത് പ്രീ ഡിഗ്രി മുതലൊക്കെ ഒരു വലിയ ഫ്രീഡം കിട്ടുന്നത് പോലെയൊക്കെ ആയ സാഹചര്യത്തിലൊക്കെ ഇത്തിരി ഉഴപ്പും കാര്യങ്ങളും ഒക്കെ അന്ന് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ പഠനത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അക്കാഡമിക് റെക്കോർഡൊക്കെ എപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും ആ സമയത്താണല്ലോ മറ്റ് നിരീക്ഷണങ്ങളിലേക്കൊക്കെ പോയത്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം ഭേദമായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. കാരണം അന്ന് ഈ സെക്കൻഡ് ഇയറിന്റെ മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു സംഭവമുണ്ട്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന്റെ മാർക്ക് മാത്രമാണ് ഡിഗ്രിക്ക് പരിഗണിക്കുക. അപ്പൊ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ജയിച്ചാൽ മതി എന്നുള്ള ഒരു സംഭവമുണ്ട്. അന്നും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മൊത്തത്തിലുള്ള അക്കാഡമിക് റെക്കോർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ അതിന് തുല്യം നിന്നില്ല. അതൊരു പക്ഷേ ഈ കിട്ടിയിരുന്ന അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം, ക്ലാസ് കട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതൊക്കെ കൊണ്ടായിരിക്കും. വൈഫ് അപ്പൊ കൂടെ പഠിച്ചത് ഡിഗ്രിക്കായിരുന്നോ പിജിക്കായിരുന്നോ? വൈഫ് എന്നോടൊപ്പം പഠിച്ചിരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ. അന്ന് സ്കൂളിലുണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഹൈസ്കൂളിലുണ്ടായിരുന്ന ഫ്രണ്ട്സ്, കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ സൗഹൃദമാണ്. ഞങ്ങളിപ്പോഴും പറ്റുന്ന സമയത്തൊക്കെ തന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നവരാണെങ്കിലും കോളേജിൽ പഠിച്ചിരുന്നവരാണെങ്കിലും തമ്മിൽ കാണാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ ബന്ധം, സുഹൃത്തുക്കളൊക്കെ അതേപടി തന്നെ അങ്ങനെ നിലനിന്ന് പോരുന്നു. അതുപോലെ തന്നെ ഞാൻ മുൻപ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ പോസ്റ്റൊക്കെ ഇടുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് അത് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? സാധാരണ സ്ഥിരം കുറച്ച് മലയാള സിനിമയിലെ പിക്ചേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാ സിറ്റുവേഷനും ആപ്റ്റ് ആയിട്ടൊക്കെ വരാറുണ്ട്. പക്ഷെ താങ്കളുടെ പിക്ചേഴ്സ് ഒന്നും അങ്ങനെ ആരും സ്ഥിരം യൂസ് ചെയ്യാത്ത, എന്നാൽ കാണുമ്പോൾ വളരെ ആപ്റ്റ് ആയിട്ടും തോന്നാറുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് വളരെ പരിചിതമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാഹചര്യം കാണുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒന്നിലധികം സിനിമകൾ ഒരുപക്ഷെ ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലധികം സിനിമ സീക്വൻസുകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്കൊരു സംഭവം കണ്ടു കഴിയുമ്പോൾ റിലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കിട്ടുന്ന നല്ല മീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പടങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അതല്ല എങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് കിട്ടുന്നില്ല എങ്കിൽ പോയി യൂട്യൂബിൽ അതിന്റെ സിനിമയൊക്കെ എടുത്ത് നോക്കി സ്ക്രീൻ ഗ്രാബ് ഒക്കെ എടുത്ത് മെനക്കെട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയായിരിക്കാം, ചിലപ്പോൾ അധികം പോപ്പുലർ അല്ലാതെ പോയ ഒരു സിനിമയായിരിക്കാം. പക്ഷേ ആ ഒരു ചിത്രം, ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു മെന്റൽ ഇംപ്രഷനായിട്ട് എവിടെയോ കിടപ്പുണ്ടാവും. അപ്പൊ അത് നമ്മൾ ആ സിനിമ ഏതാണെന്നുള്ളത് ചിലപ്പോൾ തപ്പി എടുത്തിട്ട് മെനക്കെട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന ഒരു സർക്കാസം ആണെങ്കിൽ, അതൊരു തമാശ, ഒരു 1-2 ലൈൻ ആണെങ്കിൽ, ആ ലൈൻ മാത്രം പറഞ്ഞാൽ കിട്ടുന്ന ഇഫക്റ്റീവ്നെസ്സിനേക്കാൾ 10 ഇരട്ടിയാണ് അത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം അതിന്റെ കൂടെ വരുമ്പോൾ. ചിത്രം മാറി വേറൊന്നാണ് എങ്കിൽ ചിലപ്പോൾ അതിന് അത്ര ഇഫക്റ്റീവ്നെസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ ഇടുന്ന ആ ഒരു ലൈൻസ് എന്താണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതിനോളം പ്രാധാന്യം അതിനോടൊപ്പം വരുന്ന ഒരു ഇമേജിനുമുണ്ട് എന്നുള്ളതുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മലയാളത്തിലുള്ള അസാമാന്യ അഭിനേതാക്കളോട് തന്നെയാണ്. കാരണം അതിന് ആപ്റ്റായിട്ടുള്ള മുഖഭാവങ്ങളൊക്കെ നമ്മുടെ ശ്രീനിവാസനും സലീം കുമാറും ഒക്കെ നമുക്ക് തരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പടങ്ങൾ ഇടാൻ പറ്റുന്നത്. അപ്പൊ അത് അവർക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ട് കൂടി വേണമെങ്കിൽ കരുതാം.
അപ്പോൾ പണിക്കരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഒരു ദീർഘ സംഭാഷണമായതിനാൽ 2 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി എല്ലാവരും മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം.